ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നവോമി രൂത്തിനോട്, മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കാം. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കയില്ല എന്ന് പറയുന്നു. ഈ ദൈവവചന ഭാഗത്തിൽ കൂടെ രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു വീണ്ടെടുപ്പുകാരനെ തേടി അർദ്ധരാത്രിയിൽ ഇറങ്ങിത്തിരിച്ച രൂത്ത് രാത്രി മുഴുവൻ ബോവസുമായി സംസാരിച്ചു. അതിരാവിലെ സമയത്ത് തനിക്ക് ലഭിക്കുന്ന മറുപടി, നാളെ ഈ കാര്യം നിവർത്തിക്കാം. മടങ്ങി വന്ന് അതിരാവിലെ അമ്മാവിയമ്മയുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന രൂത്ത് കൊടുക്കുന്ന മറുപടി, ബോവസ് പറയുന്നു, മറ്റൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നാളെ ഈ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ മാത്രം ആശ്രയം വെക്കുന്ന, യഹോവ എന്റെ ദൈവമെന്ന് പറയുന്ന നവോമിക്കൊരു ഉറപ്പുണ്ട്. ദൈവനിയോഗപ്രകാരം അർദ്ധരാത്രിയിൽ ബോവസിനെ തപ്പി, അതെ വീണ്ടെടുപ്പുകാരനെ തപ്പിപ്പോയ ഈ രൂത്ത് നിയമപ്രകാരം ശുദ്ധീകരണം പ്രാപിച്ച, ക്രമീകരണം പ്രാപിച്ച ഈ സഹോദരി, ഇവൾക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിക്കാതെ ബോവസിന് അതേ സ്വസ്ഥതയുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നിങ്ങൾ ചെന്ന് കണ്ടുമുട്ടി നിങ്ങളുടെ വേദനാജനകമായ അനുഭവത്തിന്റെ ഒരു വിടുതലിനു വേണ്ടി, ഒരു ഭൗമിക വിശാലതയ്ക്ക് വേണ്ടി, ജീവിതത്തിന്റെ ഏതെങ്കിലും സങ്കടകരമായ ഒരു വിഷയത്തിന്റെ വിടുതലിനു വേണ്ടി പലരെയും കണ്ടുമുട്ടുമ്പോൾ കിട്ടുന്ന മറുപടി നാളെ എന്നുള്ളതാണ്. അല്പം വെയിറ്റ് ചെയ്യുക, നാളെ എന്ന ദൈവാത്മാവ് ഇന്ന് പറയുന്നു, ഇന്ന് ഈ കാര്യം തീർക്കും വരെയും അവർക്ക് സ്വസ്ഥതയുണ്ടാകുകയില്ല. നിങ്ങൾക്ക് ഈ കാര്യം തീർത്തു തരുന്നാൾ വരെയും അവർക്ക് സ്വസ്ഥതയുണ്ടാകുകയില്ല. ഒരത്ഭുതകരമായ വിടുതലിനെ ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാം. പോയിരിക്കുന്നതും ചെന്ന് കണ്ടുമുട്ടിയിരിക്കുന്നതും നിങ്ങളുടെ വിശ്വസ്തതയുമായ സർവശക്തിയുള്ള കർത്താവായ യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരന്റെ അടുക്കലാണ് നിങ്ങൾ ചെന്ന് കിടക്കുന്നതെങ്കിൽ, ആ കാൽപാതകയാണ് നിങ്ങൾ ആശ്രയം വെക്കുന്നതെങ്കിൽ, നിശ്ചയം ഇന്ന് വൈകുന്നേരം മുമ്പേ നിങ്ങളുടെ വിഷയത്തിന് ദൈവം വിടുതലയക്കും. കർത്താവ് അതിന്മേൽ ഒരു അത്ഭുതം ചെയ്ത് നാളെ എന്നുള്ള വാക്കുകളെ മാറ്റി, അത് അധികാരിയുടെ വായിൽ നിന്ന് മാറ്റി, അത് നിങ്ങൾ സമീപിച്ചിരിക്കുന്ന വ്യക്തി, വിഷയം, മേഖല എവിടെയായിരുന്നാലും നാളെ എന്നുള്ള വാക്ക് മാറ്റി ഇന്ന് കാര്യം തീർക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവകരങ്ങളിൽ ആശ്രയിക്കൂ. ദൈവം നമ്മെ സഹായിക്കും. ആമേൻ.